സപ്തമഃ പാഠഃ, ഏഴാമത്തെ പാഠം. ഇതിലെഴുതിയിട്ടുള്ള ഹെഡിങ് ആണ് അഹം ആമ്രഃ, ഞാനാണ് മാവ്. അതിൻ്റെ തൊട്ട് താഴെയിട്ട് അഹം ആമ്രഃ, ഞാൻ മാവ്. ഇദം മമ ഫലം, ഇതാണ് എൻ്റെ ഫലം. എന്താണ് മാവിൻ്റെ ഫലം? മാങ്ങ. അസ്യ നാമ ആമ്രം, മാവ് പറയാണ് എൻ്റെ ഫലത്തിൻ്റെ പേരാണ് ആമ്രം. ആമ്രം എന്നാൽ മാങ്ങ. മമ ശാഖായാം അനേകേ പക്ഷിണഃ ജന്തവഃ ച നിവസന്തി, എൻ്റെ ശാഖയിൽ കുറേ പക്ഷിമൃഗാദികൾ താമസിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. മമ ഛായായാം ബാലാഃ ക്രീഡന്തി, എൻ്റെ ശാഖയിൽ കുട്ടികൾ കളിക്കുന്നു. ജനാഃ ഉപവിശന്തി ച, ജനങ്ങൾ ഇരിക്കാൻ വേണ്ടിയും എൻ്റെ കൊമ്പുകൾ ഉപയോഗിക്കുന്നു. അഹം മധുരഫലാനി ദദാമി, ഞാൻ മധുരഫലങ്ങളാണ് നൽകാറുള്ളത്. മമ ഫലം ഖാദതു, എൻ്റെ പഴങ്ങൾ കഴിക്കൂ, ഞാൻ തരുന്ന പഴങ്ങൾ കഴിക്കൂ എന്ന് പറയാണ്. അനന്തരം ബീജം വപതു, ഫലം കഴിച്ചതിന് ശേഷം അതിൻ്റെ കുരു മണ്ണിൽ നടാനാണ് പറഞ്ഞിട്ടുള്ളത്. തം ആമ്രവൃക്ഷം പോഷയതു, ആമ്രവൃക്ഷത്തെ പരിപോഷിപ്പിക്കൂ. പഠനപ്രവർത്തനാനി അഹം ഇതി പദമുപയുജ്യ സ്വപരിചയാനാം, അഹം എന്ന വാക്കുപയോഗിച്ച് പരിചയപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അഹം ദീപു, അഹം മീനു. അടുത്തത് അഹം ആമ്രഃ, അഹം ലീല എന്നിങ്ങനെ അവിടെ തന്നിട്ടുണ്ട്. അതുപോലെ അഹം എന്നെഴുതി ഡാഷ് ഇട്ട സ്ഥലത്ത് ഓരോരുത്തരും അവരവരുടെ പേര് അഹം ചേർത്ത് പറയുക. അടുത്തതാണ് പാഠഭാഗം സസ്വരം വാചയതു, പാഠഭാഗം സ അഭിനയം അവതാരയതു. പാഠഭാഗം എല്ലാവരും ഉറക്കെ വായിക്കുകയും പാഠഭാഗം അഭിനയത്തിലൂടെ അവതരിപ്പിക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് വൃക്ഷ സംരക്ഷണായ പ്രാധാന്യമധികൃത്യ ചർച്ചാം കരോതു, വൃക്ഷം സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫലാനാം ചിത്രം ഉപയുജ്യ ചിത്രസമ്പുട നിർമ്മാണം കരോതു, മാങ്ങയുടെ ചിത്രങ്ങൾ ശേഖരിച്ച് സചിത്ര പുസ്തകത്തിൽ ഒട്ടിക്കുക. അത് കഴിഞ്ഞാൽ വൃക്ഷോ രക്ഷതി രക്ഷിതഃ, മരത്തെ സംരക്ഷിക്കുക എന്നതാണ് പോസ്റ്ററിൽ എഴുതിയിട്ടുള്ളത്. പാഠഭാഗസ്ഥം ആപ്തവാക്യം കിം ഉച്ചൈഃ വാചയതു, പാഠഭാഗത്തിൻ്റെ ആപ്തവാക്യം എന്താണ് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. വൃക്ഷോ രക്ഷതി രക്ഷിതഃ ഇതി ആപ്തവാക്യം പരിസരസ്ഥേ വൃക്ഷേ സ്ഥാപയതു. വൃക്ഷോ രക്ഷതി രക്ഷിതഃ എന്നുള്ള ആപ്തവാക്യം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മരങ്ങളിലെല്ലാം ഇതുപോലെ പോസ്റ്ററാക്കി എഴുതി ഒട്ടിക്കുക. അടുത്തത് ഫലാനാം നാമാനി വദതു, തന്നിരിക്കുന്ന ഫലങ്ങളുടെ പേരുകൾ പറയുക. മാങ്ങയുടെ ചിത്രം തന്നിട്ടുണ്ട്. മമ ഫലം ആമ്രം. അതുപോലെ പ്ലാവിൽ എന്ത് ഫലമാണ് ഉണ്ടാവുക? അഹം പനസഃ, ഞാനാണ് പ്ലാവ് മരം. പ്ലാവിൽ ഉണ്ടാക്കുന്ന ഫ്രൂട്ട് എന്താണ്? ചക്ക. ചക്കയ്ക്ക് പനസം എന്നതാണ് പറയുക. അടുത്തത് അഹം ഖർജൂരഃ, ഞാനാണ് ഈന്തപ്പന. അതിൻ്റെ തൊട്ടപ്പുറത്ത് മമ ഫലം ഡാഷ്, മമ ഫലം ഖർജൂരഃ എന്നെഴുതിയാൽ മതി. അടുത്തത് അഹം അനാനസഃ, ഞാനാണ് പൈനാപ്പിൾ, കൈതച്ചക്ക. അപ്പോൾ മമ ഫലം അനാനസം എന്നാണ് ഡാഷിട്ട സ്ഥലത്ത് എഴുതേണ്ടത്. അടുത്തത് പദാനി വദതു,
ഇവിടെ തന്നിട്ടുള്ള പദങ്ങൾ ഉറക്കെ പറയുവാനാണ് പറഞ്ഞിട്ടുള്ളത്. അഹം, ആമ്രഹ, ശാഖ, ഫലം എന്നിവയാണ് ഇവിടെ തന്നിട്ടുള്ള വാക്കുകൾ. അതിനുശേഷം അടുത്ത പ്രവർത്തനമാണ് വർണ്ണേന ലേപയതോ. ഇവിടെ തന്നിട്ടുള്ള ഫ്രൂട്ട്സുകൾക്ക് നിറം നൽകുക. ബിന്ദൂൻ യോജയിത്വ പദാനി പൂരയതു. അക്ഷരം വർണ്ണേന ലേപയതു. ഇവിടെ തന്നിട്ടുള്ളത് ഖ എന്ന അക്ഷരമാണ്. ഈ അക്ഷരത്തെ വർണ്ണം കൊടുക്കുക. വർണ്ണം എന്ന് വെച്ചാൽ നിറം നൽകുക. അതുപോലെ ഇവിടെ കുത്തുകളിട്ട വാക്കുകൾ പൂരിപ്പിക്കുകയും ചെയ്യണം. മുഖം, ശാഖ, ഖാതതു എന്നീ വാക്കുകൾ കുത്തുകളിലൂടെ യോജിപ്പിക്കുക. അടുത്തത് അക്ഷരം ലിഖതു. ഖ എന്നുള്ള അക്ഷരം തന്നിട്ടുള്ള സ്പേസിൽ എഴുതി യോജിപ്പിക്കുക. അത് കഴിഞ്ഞിട്ടുള്ളതാണ് എങ്ങനെയാണ് ആമ്രം എന്നത് ഉണ്ടാവുക. ആദ്യം ആമ്രം, ബീജം, അങ്കുരഹ, ബാല ആമ്രഹ, ആമ്രഹ.